തിരഞ്ഞെടുപ്പിനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പരസ്യപ്രചരണം അവസാനിച്ചു. നിശബ്ദ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ്. നിശബ്ദ പ്രചരണവും അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മളോടൊപ്പം ചേരുന്നത് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി ജി കൃഷ്ണകുമാറാണ്. ഇവിടം വരെ എത്തി നിശബ്ദ പ്രചരണം ഇവിടം വരെ എത്തി. അല്ല, നിശബ്ദ പ്രചരണം വെച്ചാൽ വേറൊന്നുമല്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആളുകളെ, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എവിടെയെങ്കിലും കുറച്ചുകൂടെ നമ്മൾ കാണാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിളിക്കാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വിളിക്കുക, നേരിട്ട് പോയി കാണുക. കാരണം ജനങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി അവരെ ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ ലാസ്റ്റ് മിനിറ്റ് പറ്റത്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പലരും പറഞ്ഞിരുന്നു ഇന്ത്യൻ ആൾക്കാരെ ഒന്ന് കാണണം. അപ്പോൾ പലരും വിളിച്ചപ്പോൾ അവർ അസൗകര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്ന് പരമാവധി ആൾക്കാരെ കണ്ടു കഴിഞ്ഞു. ഇനി ഫോൺ വിളിക്കണം ഉച്ചയ്ക്ക് ശേഷം. ഇതൊക്കെയാണ് നിശബ്ദ പ്രചരണത്തിൻ്റെ. നമുക്കിവിടെ ന്യൂനപക്ഷ വോട്ടുകൾ, അതായത് മുസ്ലിം വോട്ടുകളടക്കം ഇത്തവണ BJPക്ക് ലഭിക്കുമോ? അതെങ്ങനെയാണ്? രണ്ട് തരത്തിൽ കാണാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഓരോരുത്തർ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈ കൊടുക്കാൻ നോക്കുന്നതിന് വരും അവർ കുടുംബത്തോടെ വന്ന് ഫോട്ടോ എടുക്കുന്നിട്ട് ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്യും കൃഷ്ണകുമാറിനാണ്, BJPക്കാണ്, മോഡിക്കാണ്. ഞാനിങ്ങനെ കുറേ സംസാരിക്കാം. അപ്പോൾ ചില കുടുംബയോഗങ്ങളിൽ വിളിച്ചു. അപ്പോൾ വളരെ ഒരു രസകരമായൊരു അനുഭവം ഉണ്ടായി. അവരിൽ ഒരു വ്യക്തി പറഞ്ഞു, ഒരു കുടുംബനാഥനാണ്, പുള്ളി പറഞ്ഞത്, ഞങ്ങൾക്കിന്ന് ഞങ്ങളുടെ ഒരു നവോത്ഥാന നായകൻ നരേന്ദ്രമോദിയാണ്. ഞാൻ ചോദിച്ചു കാര്യം? അപ്പോൾ പറഞ്ഞു എല്ലാ കുടുംബങ്ങളിലും അനാചാരങ്ങളുണ്ട്. അപ്പം ഞാൻ ഒരു വേദിയിൽ ഇത് പറഞ്ഞ സംഭവം തന്നെ പുള്ളി ഇങ്ങോട്ട് പറയുക, നിങ്ങൾ ആ ഒരു സതിയെപ്പറ്റി പറഞ്ഞല്ലോ, ഹിന്ദു അനാചാരത്തെപ്പറ്റി, അത് നിങ്ങളായിട്ട് നിർത്തിയില്ലേ ഒരു കാലത്ത്? ഈ മുത്തലാഖ് എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെയാണ്. കാരണം ഒരു മാതാപിതാക്കൾക്കായാലും സഹോദരങ്ങൾക്കായാലും അവരുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിച്ച് പോകുന്നൊരു കുട്ടി സുരക്ഷിതമായി അവിടെ ജീവിച്ച് കാണാൻ, സന്തോഷമായി ജീവിച്ച് കാണാൻ എന്നെപ്പോലെ ഒരു പിതാവ് ആഗ്രഹിക്കുന്നത്. കാരണം എനിക്ക് 4 പെമ്പിള്ളേരുണ്ട്. പക്ഷേ ഈ മതങ്ങളുടെ ചില നല്ല ആചാരങ്ങളാണ് 99%. ഒരു ആചാരം ചിലപ്പോൾ കുഴപ്പമായിരിക്കും. അപ്പോൾ ഈ മുത്തലാഖ് എന്ന് പറഞ്ഞ് മൊഴി ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു സുപ്രഭാതത്തിലൊരു വീട്ടുകാർ മുഴുവൻ വല്ലാത്തൊരു സ്ഥിതിയിലായിപ്പോവും. അത് നിയമപരമായി മാറ്റിത്തന്നു. ഇന്ന് ഞങ്ങളുടെ കുടുംബം സുരക്ഷിതമാണ്, ഞങ്ങളുടെ പെൺമക്കൾ കല്യാണം കഴിച്ച് പോകുന്ന വീട്ടിൽ സുരക്ഷിതമാണ്. കാരണം അതിലവർ പറയുന്നൊരു പോയിന്റ് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. അവരുടെ വീട്ടിലെ സ്വത്തിൽ പോലും ഒരു വിഭാഗം, അത് ഭർത്താവിൻ്റെ സഹോദരൻ എന്തോന്നോ പോകുന്നുണ്ട്, അതുവരെ മാറ്റിക്കിട്ടുന്നു. ഭയങ്കരമായ ഒരു മാറ്റമാണ് ഞങ്ങൾക്ക് തന്നത്. ഞങ്ങളുടെ കുടുംബത്തിന് സുരക്ഷിതവും സന്തോഷവും തന്ന ശ്രീ നരേന്ദ്രമോദിക്ക് ഇത്തവണ ഞങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ നന്ദികേടായിപ്പോവും. ഞങ്ങളുടെ നവോത്ഥാന നായകൻ നരേന്ദ്രമോദിയാണെന്ന് അദ്ദേഹം പറഞ്ഞത്. നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? കണ്ണിൻ്റെ ആരോഗ്യം ആക്ച്വലി ഈ മുറിവേറ്റ ദിവസം ഒരു 2 ദിവസം നമുക്ക് പൂർണ്ണ വിശ്രമം, അതായത് ഈ കണ്ണ് തുറന്നിരിക്കുമ്പോൾ ലൈറ്റ് അടിക്കുമ്പോൾ ഇതും വർക്ക് ചെയ്യും. 2 ദിവസം വിശ്രമം എടുത്താൽ ഇന്ന് ഈ പ്രശ്നമേ ഉണ്ടാവില്ലായിരുന്നു. ഇതിപ്പോൾ തന്നെ ഞാൻ ഈ ബാൻഡേഡ് വെച്ചിരിക്കുന്നത് പുറത്തിറങ്ങുമ്പോഴും ഞാൻ രാത്രി റൂമിൽ ഇത് അഴിച്ചിട്ടായിരിക്കുന്നത്. കാരണം കാറ്റ് കൊള്ളണം, അതിൻ്റെ ചൂടടിച്ചാൽ ഈ മുറിവ് ഒരിക്കലും ഉണങ്ങത്തില്ല. ഇതാണ് എൻ്റെ വിഷയം. പിന്നെ ഈ പറഞ്ഞ ഒരു സാഹചര്യം എന്താണോ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചേ പറ്റൂ. ഇതിപ്പം പുറത്ത് ചുറ്റിക്കൊണ്ടിരിക്കുക, പൊടിയടിച്ചാൽ അത് സെപ്റ്റിക് ആവും, അതുകൊണ്ട് അത് ഇൻഫെക്ഷൻ ആവും. കണ്ണ് മുറിവ് പറ്റിയതുമായി ബന്ധപ്പെട്ടൊരു വിവാദങ്ങളൊക്കെ ഉണ്ടായി. അത് നേരത്തെ പറഞ്ഞത് CPM പ്രവർത്തകരായിരുന്നു എന്ന് പറഞ്ഞ് പിന്നീട് അതൊരു BJP പ്രവർത്തകൻ തന്നെ വന്നു, അദ്ദേഹം അറിഞ്ഞുകൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞു. എന്താണ് ശരിക്കും അതിനെ പാർട്ടി നേതൃത്വം എടുത്തിരിക്കുന്ന ഒരു തീരുമാനം? ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥയൊന്നും തപ്പിപ്പോകാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം ഞാനിത് ആദ്യ ദിവസം ഈ സംഭവം നടന്ന് എൻ്റെ ഗുരുതരാവസ്ഥ പിടികിട്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും പര്യടനം നിർത്താൻ പറ്റില്ല. കാരണം സ്വീകരണങ്ങൾ ധാരാളം വെച്ചിരിക്കുക. അപ്പം നമ്മൾ വേദന എടുത്താലും പോയേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ പിന്നീട് വലിയ വേദന ഉണ്ടാവും റിസൾട്ട് വരുമ്പോൾ. അത് തുടർന്നു. പക്ഷെ അപ്പോൾ ഡോക്ടർ എൻ്റെ ആദ്യമേ പറഞ്ഞു 2 ദിവസം റെസ്റ്റ് എടുത്തില്ലെങ്കിൽ പിന്നീട് അത് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡയബറ്റീസിൻ്റെ ഇഷ്യൂ ഇല്ല. അതുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അത് പ്രോബ്ലം ആയേനെ, ഇത് ഹീലാവില്ല. പക്ഷെ ഇപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ബാലൻസിൻ്റെ പ്രശ്നം വരും, ഒരു കണ്ണടച്ച് വെച്ച് നടന്നു കഴിഞ്ഞാൽ. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇന്ന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് നമുക്ക് ഇലക്ഷൻ തന്നെയാണ്. ഇലക്ഷൻ കഴിഞ്ഞ് ഒരാഴ്ച കൊണ്ട് ഇത് കംപ്ലീറ്റ്ലി ഭേദമാവും. കൊല്ലത്ത് നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ ഒരു കൊല്ലത്ത് നിന്ന് കിട്ടിയ റെസ്പോൺസ്? എങ്ങനെയാണ് നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ? ഞാനല്ലത് പറയേണ്ടത്, റിപ്പോർട്ടർ ചാനൽ തന്നെ പറയണം. കാരണം നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇത്രയും ദിവസം. ആദ്യം ഒരു നന്ദി പറയട്ടെ. കാരണം നിങ്ങൾ തന്നൊരു പ്രചരണത്തിന് ഒരു കൊഴുപ്പ് കൂട്ടാൻ നിങ്ങൾ വളരെയധികം സഹായിച്ചു. ജനങ്ങൾ ഇത്തവണ തുറന്ന് എക്സ്പ്രസ് ചെയ്യണം അവരുടെ വികാരങ്ങൾ. അതായത് പ്രത്യേകിച്ച് സ്ത്രീകളും യുവാക്കളും. സ്ത്രീകളാണ് മുൻപന്തിയിൽ. കൊല്ലത്ത് റിസൾട്ട് മാറുന്നതിൻ്റെ ഉത്തരവാദികൾ ഇവിടുത്തെ പ്രിയങ്കരെ നമ്മുടെ സഹോദരിമാരായിരിക്കും. കാരണം അവർ പണ്ടൊക്കെ, ഞാൻ ഇന്നലെ ഏതോ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ പറയുകയും ചെയ്തു, സ്ത്രീകൾ ആലോചിക്കും ഞാൻ കൈ കാണിക്കണോ വേണ്ടയോ, ഇനി എൻ്റെ ഹസ്ബൻഡ് എന്ത് വിചാരിക്കും, അച്ഛൻ എന്ത് വിചാരിക്കും, സഹോദരങ്ങൾ എന്ത് വിചാരിക്കും. ഇന്ന് ഓരോ വീട്ടിലും കുടുംബത്തോടൊപ്പം സ്ത്രീകളാണ് തംസപ്പാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ വോട്ട് ഉറപ്പിച്ചു. ഈ ഒരു വികാരം ഇത്തവണ പ്രതിഫലിക്കാൻ പോകുന്ന നാളെയാണ്. എഴുതി വെച്ചുള്ളൂ, കൊല്ലത്ത് വോട്ട് ഷെയർ കൂടും, BJP ജയിക്കും. എന്തായാലും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. നന്ദി. റിപ്പോർട്ടർ ചാനലിലും പ്രേക്ഷകർക്കും 1000 നന്ദി.